ചേച്ചി എവിടെ പോയി? ഗ്ലാസും പോയോ? മഞ്ജു, ഐശ്വര്യ മാഡത്തിനോട് റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? നിനക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടിയില്ലേ? ഇനി എന്തിനാ കാത്തു നിൽക്കുന്നത്? ഇത് വലിയ പ്രശ്നമാവും. ഞാൻ ചെയ്യുന്നതിലെ റിസ്ക് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. പ്രകാശേട്ടൻ എനിക്കൊരു സഹായം കൂടി ചെയ്തു തരണം. എന്താ? ഈ ഗ്ലാസ്സിലുള്ള വിരലടയാളം തന്നെയാണോ പീതാംബറിന്റെ അടുത്തുനിന്ന് കിട്ടിയ സർജിക്കൽ നൈഫിലുള്ളതെന്നൊന്ന് പരിശോധിക്കണം. അപ്പോ ശരിക്കുള്ള കൊലയാളി ആരാണെന്ന് നിനക്ക് അറിയാവില്ലേ? നിനക്ക് അന്വേഷണത്തിൽ ഇത്രയധികം പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ച എന്താ കുഴപ്പം? നീ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? മഹിമേ. നമ്മുടെ മഹിമേ? ഞാൻ തന്ന സർജിക്കൽ നൈഫ് അവളുടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാ ഞാൻ തന്ന ഈ ഗ്ലാസ്സിലെ അവളുടെ വിരലടയാളം മാച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. അവളെ ഒരു കൊലക്കേസിൽ പ്രതിയാക്കുന്നതിന് മുമ്പ് അവള് തന്നെയാണോ ഇത് ചെയ്തതെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മര്യാദ ഞാൻ കാണിക്കണ്ടേ? പ്രകാശേട്ടൻ ദയവ് ചെയ്ത് ഇതെനിക്ക് വേണ്ടി ചെയ്യണം. ഞാനത് ചെയ്യാം. പക്ഷേ വിരലടയാളങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഐശ്വര്യ മാഡത്തിനെ എല്ലാം അറിയിക്കണം. പ്രകാശേട്ടാ, നീ മഹിമയെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചിട്ടല്ല നീ ഇത് ചെയ്യേണ്ടത്. മഹിമ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് കോടതി തെളിയിക്കാൻ പറ്റും. അപ്പോഴും മഹിമ കേസ് തീരുന്നവരെ ജയിലിൽ കഴിയേണ്ട അവസ്ഥ ഉണ്ടാവില്ലേ? അത് വേണ്ട. ഞാൻ പീതാംബരന്റെ കൊലയാളിയെ എന്തായാലും അറസ്റ്റ് ചെയ്യും. എനിക്ക് അതിന് കുറച്ച് സമയം തന്നാൽ മാത്രം മതി. സമയം കിട്ടിയിട്ട് നീ എന്ത് ചെയ്യാനാ? നിന്റെ സൗകര്യത്തിനുള്ള ഒരാളെ കണ്ടുപിടിച്ച് അയാളുടെ തലയിൽ ഈ കുറ്റം കെട്ടിവെച്ചിട്ട് ഗിരിയും മഹിമയും രക്ഷപ്പെടുത്താനുള്ള പരിപാടിയാണോ? ഞാൻ അങ്ങനെ ഒരു നിരപരാധിയെ പ്രതിയാക്കുന്ന പ്രകാശേട്ടന് തോന്നുന്നുണ്ടോ? മോശം അവസ്ഥകളാണ് മനുഷ്യനെ കൊണ്ട് മോശം തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. നീ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് മഞ്ജു. ഭർത്താവിനെ തെരഞ്ഞെടുത്ത അനിയത്തി കൊടുക്കും, അനിയത്തി രക്ഷിച്ച ഭർത്താവ് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ തീരുമാനം നീ എടുക്കണ്ട. തെളിവുകളെല്ലാം ഐശ്വര്യ മാഡത്തിനെ ഏൽപ്പിച്ച് കോടതി വഴി ശിക്ഷ നടപ്പാക്കട്ടെ. അപ്പോ ചെയ്യാത്ത തെറ്റിന് മഹിമ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലോ? അങ്ങനെ സംഭവിക്കാതെ നോക്കാൻ നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? തൽക്കാലം പ്രകാശേട്ടൻ ഈ ഫിംഗർ പ്രിന്റ്സ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കൂ. പിന്നെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ഹാപ്പി ബർത്ത്ഡേ വക്കീലേ. താങ്ക് യു. ഈ സമയത്ത് എനിക്കിതുവരെ ആരും ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല. ഓർക്കുമ്പോ എന്റെ ദേഷ്യമുണ്ടോ? ഹേയ്, എന്നാലേ ഇന്ന് എന്തൊക്കെ പരിപാടികൾ നടത്തണമെന്ന് വക്കീല് പറ. നമുക്കിന്ന് അടിച്ചു പൊളിക്കണം. വക്കീലിന്റെയും എന്റെയും അമ്മയുടെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിക്കണം. അത്രക്കൊക്കെ വേണോ? അതെന്താ വക്കീല് അങ്ങനെ ചോദിച്ചേ?
വക്കീല് ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? ആഘോഷിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എന്തു പറ്റി? ഗിരി ജയിലിൽ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആഘോഷം നടത്തുന്നത് ശരിയാണോ? മഞ്ജു കുടുംബം ഇത്രയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിവിടെ അടിച്ചു പൊളിക്കുന്നത് മര്യാദകേടല്ലേ? ശരിയാ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഗിരിയേട്ടൻ എങ്ങാനും ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ വക്കീല് ജീവിതകാലം മുഴുവനും ഇങ്ങനെ വിഷമിച്ചിരിക്കോ? ഇല്ലായിരിക്കും. കുറെ കഴിയുമ്പോൾ എല്ലാം അംഗീകരിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഇപ്പം എനിക്കതിന് കഴിയുന്നില്ല. ഗിരിയേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ വക്കീല് വലിയ ആഘോഷങ്ങൾ ഒഴിവാക്കുന്നത് നല്ല തീരുമാനം തന്നെയാ. പക്ഷെ ഒരു കാര്യം വക്കീല് മറക്കരുത്. വക്കീലിനെ സ്നേഹിക്കുന്നവർക്ക് ഇന്നൊരു വിശേഷപ്പെട്ട ദിവസം. ആ ദിവസം ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കണം. അത് അവരുടെ സന്തോഷമല്ലേ? ചെറിയ ആഘോഷമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ഞാനും വക്കീലും അമ്മയും മാത്രം അടങ്ങുന്ന ഒരു പരിപാടി. ഒരു കേക്ക് വാങ്ങി മുറിക്കുന്നു. ഉച്ചയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയ സദ്യയും പായസവും ഉണ്ടാക്കുന്നു. അത് ആസ്വദിച്ച് കഴിക്കുന്നു. വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകുന്നു. പിന്നെ ഒരു ചെറിയ ഡ്രൈവിന് പോയി തിരിച്ച് വീട്ടിലെത്തുന്നു. എങ്ങനെയുണ്ട് പരിപാടി? സിമ്പിൾ അല്ലേ? സന്ധ്യയ്ക്ക് നമുക്ക് ബീച്ചിൽ ഒന്ന് പോകണം.